ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് കമ്പിളി നാരങ്ങ എന്ന് പറയുന്ന സാധനം. നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കും, കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്, ഞാനത് ബാക്കി ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കറി വെക്കാനായിട്ട് പോവുകയാണ്. കറി വെക്കാനല്ല, ഒന്ന് ഉപ്പിലിടാനായിട്ട് ഞാനൊന്ന് പോവുകയാണ്. അത് എങ്ങനെയാണെന്നൊന്ന് നോക്കിക്കൊള്ളാം. ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ ആ കമ്പിളി നാരങ്ങ ഇങ്ങനെ നല്ലവണ്ണം നീറ്റായിട്ട് എല്ലാം പറിച്ച് ഒരു പാത്രത്തിൽ എടുക്കുക. ഓക്കെ, ഇതാ കുറച്ച് കാന്താരി മുളകും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൂടെ ഞാൻ എടുക്കുവാണ്. ഇതാ, എന്നിട്ട് ഈ കാന്താരി മുളക് അതിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഞാനൊന്ന് ഉപ്പും അല്പം കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെക്കണം. ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കായപ്പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. വെള്ളം ഇതിലോട്ട് നല്ലവണ്ണം ഒഴിക്കുക. തിളപ്പിച്ച് ആറ്റിയ വെള്ളമാണ് ഇത്. മുങ്ങത്തക്കവണ്ണം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കണം, നിറച്ചും ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. ഓക്കെ, ഇതാ, എന്നിട്ട് ഇത് കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇത് ഒരു ഉപ്പിലിടാണ്. ഇതിൽ ചൂട് വെള്ളം ചേർക്കാതെ മുളക് ഉപയോഗിച്ച് നമുക്ക് അച്ചാറായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് പകരം മുളക് പൊടി, നമ്മൾ എങ്ങനെയാണോ അച്ചാറിന് കടുക് താളിച്ചിടുന്നത് അതുപോലെ കടുക് താളിച്ചിട്ടിട്ട് ഈ കമ്പിളി നാരങ്ങ അതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് അച്ചാറാക്കി എടുക്കാം. ഓക്കെ, അതിന് ഉപ്പ് അല്പം കൂടുതലിട്ട് അച്ചാറാക്കി എടുക്കാം. കാരണം ചെറിയ ഒരു കയ്പ്പ് ഉള്ളതുകൊണ്ട് അല്പം ഉപ്പ് കൂടുതലിട്ടിട്ട് നമുക്ക് ഇത് അച്ചാറായിട്ട് ഉപയോഗിക്കാം. കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ. ബൈ.